നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവപാദപീഠത്തിലേക്ക് നമുക്കിന്ന് പകലിൽ വീണ്ടും അടുത്തു വരാം. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതയിലും നടക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. നിർമ്മലമായ ഒരു സ്നേഹം ദൈവസന്നിധിയിൽ പകരുവാൻ, ജാഗ്രതയോട് ദൈവത്തെ അന്വേഷിപ്പാൻ ഇന്ന് പകലിൽ നമുക്ക് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. നമ്മുടെ ജീവൻ നൽകുന്ന, നമ്മുടെ ജീവനോട് നിലനിർത്തുന്ന ആ വലിയ സ്നേഹത്തിന് ഇന്ന് പകലിൽ നമുക്ക് ആഴമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് ഇന്ന് പകൽ ഒരുങ്ങാം. കഴിഞ്ഞ ഒരാഴ്ചയിൽ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മെ പരിപാലിച്ച എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആയിരുന്ന സ്ഥാനത്ത് നിലനിർത്തിയ വിധങ്ങൾ, നടത്തിയ വഴികൾ എല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ജീവിപ്പാനുള്ളതെല്ലാം കർത്താവ് തന്നു. ആരോഗ്യം തന്നു, ബലം തന്നു. എത്രയോ പേര് രോഗികളായി മാറിയപ്പോൾ, എത്രയോ പേര് നിരാശയിലേക്ക് പോയപ്പോൾ, എത്രയോ പേര് മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, എത്രയോ പേര് സാമ്പത്തികമായി തകർന്നു പോയപ്പോൾ, എത്രയോ പേര് മാനസികമായി പല വിധങ്ങളിൽ വേദനകൾ അനുഭവിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും പരിപാലിച്ചതിനായി നമുക്ക് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ സന്നിധിയിൽ അങ്ങേക്ക് വിരോധമായി ഞങ്ങളുടെ ജീവിതത്തിൽ വാക്കില്, നോട്ടത്തിൽ, പ്രവൃത്തിയിലൊക്കെ സംഭവിച്ചു പോയതെല്ലാം ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവസന്നിധിയിൽ നിൽപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുത്തെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുമ്പോൾ, ആ നിഷ്കളങ്കതയോടുകൂടി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമേ. നീ ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. നീ ഞങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങൾ നിന്നെ പുകഴ്ത്തും. ഇതായിരിക്കണം ഒരു ഭക്തന്റെ പകലിലെ തീരുമാനം. കാരണം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ആ ദയ അനുഭവിച്ചവർക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തൻ പറയട്ടെ. അങ്ങ് ഞങ്ങളോട് കാണിച്ച ദയ, ആ വലിയ മനസ്സലിവ്, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ വലിയ കൃപ ഇന്ന് പകലിൽ ഞങ്ങളെ നടത്തുന്നു. ആ കൃപയാണ്, ദയയാണ് ഇന്ന് പകലിൽ ഞങ്ങളെ ആലയത്തിൽ കൂട്ടി വരുത്തിയത്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ കഴിയും, യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. ഞങ്ങൾ പേടിക്കുകയില്ല. മനുഷ്യന് ഞങ്ങളോട് എന്തു ചെയ്യുവാൻ കഴിയും? ഇന്ന് പകൽ ഇതൊക്കെയാണ് ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്.
മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ പകലിൽ പൂർണ്ണമായും ആശ്രയം ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ നമുക്കൊരുങ്ങാം. യഹോവയാ നമ്മുടെ ബലം, നമ്മുടെ കീർത്തനം. ആ ദൈവമായി എനിക്ക് രക്ഷയായി തീർന്നത്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കും. ഇന്ന് പകലിൽ ബലപ്പെടുവാൻ, ഇന്ന് പകലിൽ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു കൊടുത്തുകൊണ്ട് ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്, ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം. നമുക്ക് ആ വലിയ സന്തോഷം ഇന്ന് പകൽ അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. അതിൽ വലിയ ദൈവസ്നേഹം ഇന്ന് പകൽ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യപദവി ഈ ഭൂമിയുടെ പരപ്പിൽ തന്നു. ഒരു ദിവസം കൂടെ സർവശക്തനായി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ പാദപീഠത്തിലേക്കൊന്ന് അടുത്തു വരാൻ, ദൈവത്തിന്റെ സ്നേഹത്തോട് നമുക്കൊരു നന്ദി പ്രകടനമായി നമ്മുടെ ആരാധന മാറുവാൻ ഇന്ന് പകൽ കർത്താവ് കൃപ നൽകട്ടെ. അനുഗ്രഹീതമായൊരു സമയം ദൈവം തരുമ്പോൾ നമ്മെ മാത്രമല്ല നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെയും എല്ലാം കർത്താവ് സൂക്ഷിച്ചല്ലോ. മാതാപിതാക്കളുണ്ട്, സഹോദരവർഗങ്ങളുണ്ട്, സഭയാം കുടുംബങ്ങളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. ആരും നഷ്ടപ്പെട്ടു പോകാതെ, ആരും മരണം വഴിയായി മാറ്റപ്പെടാതെ നമ്മുടെ വിലാപങ്ങളെല്ലാം നൃത്തമാക്കി തീർത്ത ദൈവം ഇന്ന് പകലില്ലാ ദൈവത്തെ എല്ലാം മറന്നുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഞാനും നിങ്ങളും ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനാണെന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായത്, എങ്ങനെയാണ് എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായത്, എൻ്റെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്കിത് പകലിൽ അവൻ്റെ പാദപീഠത്തിലായിരിക്കാം. അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചവനായ എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് എൻ്റെ ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ നമ്മുടെ പേരറിയുന്നവനാ, പേര് ചൊല്ലി വിളിച്ചവനാ. സകല മാനവജാതിയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറിയുടെ കുലക്കളത്തിൽ ഈ അരുമയുള്ള നാഥൻ നമുക്ക് വേണ്ടി പ്രാണനെ വിട്ട ആ തങ്കച്ചോര നമുക്ക് വേണ്ടി ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങി മക്കളാക്കി അവകാശികളാക്കി നിത്യരക്ഷയും നിത്യജീവനും എനിക്കും നിങ്ങൾക്കും അവകാശമാക്കി തന്ന ഈ നല്ല ദൈവത്തെ പാടുവാൻ ആരാധിപ്പാനാ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നു. ഞങ്ങളുടെ യാത്രകളിൽ കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി നടത്തി. ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് അല്പമില്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം. ഞങ്ങളാരും നിന്നതല്ല, ഞങ്ങളെ നിർത്തിയതാണ്. ആ വലിയ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
ആഴമായ സ്നേഹം ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം. ഈ പകലിലെ ശുശ്രൂഷയുടെ ആദിയോടന്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതിനായി അങ്ങയോട് അപേക്ഷിക്കുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ സ്തുതിച്ചിടുമെന്നോ. നിൻ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാമോ? നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ
മരണവും നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ അന്നവസ്ത്രാദിന മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞോ തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ അന്നവസ്ത്രാദികൾ മകളെ എണ്ണമില്ലാതെ ചൊരിഞ്ഞോ തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ എല്ലാവരും ചേർന്ന് അവിടുത്തെ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവിന്റെ വലങ്കൈ നമുക്ക് വേണ്ടി ചലിച്ചതുകൊണ്ട് ഈ പകലിൽ ഞാൻ നിങ്ങളും ജീവനോട് ശേഷിക്കുന്നതാ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? എത്ര പേർക്ക് സന്തോഷത്തോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നന്ദി അറിയിക്കുവാൻ കഴിയും? ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകലിൽ കാണുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവേ അവിടുത്തെ പ്രവർത്തനം നടത്തിയത് കൊണ്ട്, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട്, അവിടുന്ന് ഞങ്ങളെ വലങ്കൈ കൊണ്ട് താങ്ങിയത് കൊണ്ട് ഈ പകലിൽ ഞങ്ങൾ ജീവനോടെ ദൈവത്തെ
ദൈവത്തെ ആരാധിപ്പാൻ വന്നതെന്ന് ഈ പകൽ എത്ര പേർക്ക് ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ കഴിയും? ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. വീഴാതെ വണ്ണം സൂക്ഷിച്ചൊരു ദൈവം, ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്കടുത്തു വരാം. ഇന്നയോളം എന്നെ നടത്തി, എന്റെ എത്ര നല്ലവൻ, അവനെന്നുമെന്നും ആദിയായവൻ. എന്റെ എത്ര നല്ലവൻ, അവനെന്നുമെന്നും ആദിയായവൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ ആകാശത്തിൻ കിളിവാതിൽ തുറന്ന എന്റെ എന്റെ എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് പാടാം. ഇന്നയോളം എന്നെ നടത്തിയത്, ഇന്നയോളം എന്നെ പുലർത്തി. ഇന്നയോളം എന്നെ നടത്തിയത്, ഇന്നയോളം എന്നെ നടത്തി. ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഒരു നാളും കൈവേടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവേടില്ല. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല. അന്ത്യം വരെ നടത്താമെന്ന് പറഞ്ഞ ദൈവം നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം
എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരമരുളി. ഞങ്ങളുടെ രക്ഷയായി അവിടുന്ന് തീർന്നിരിക്കുകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുവാൻ കഴിയണം. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടിപ്പാടി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ, ആനന്ദഗാനങ്ങളാൽ പാടി പുകഴ്ത്തി ഞാൻ എന്നും സ്തുതിക്കും. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പാപത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ, നമ്മുടെ പ്രാണനെ കാത്ത ദൈവം, ഈ പാരിൽ ഈ സ്നേഹത്തിന് തുല്യമായി ഒന്നുമില്ലെന്ന് നമുക്ക് വീണ്ടും പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുധനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കോ എൻ പരനെ തിരുമനസുധനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കോ. പാപത്തിൻ ശാപത്തിൽ നിന്നോ എന്റെ പ്രാണനെ കാത്തവൻ എന്നോ, പാപത്തിൻ ശാപത്തിൽ നിന്നോ എന്റെ പ്രാണനെ കാത്തവനെന്നോ, ആരിൽ തന്നൻപിനു തുല്യമില്ലെന്നോ ഞാനെന്നും സ്തുതിക്കോ എൻ പരനെ തിരുമനസുധനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കോ എൻ പരനെ തിരുമനസുധനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കോ. നൽകിയവങ്ങളാലോ 10,000 വാക്കുകളാലോ, 1000 വാക്കുകളാലോ, 10,000 വാക്കുകളാലോ, ഹല്ലേലൂയ. ആദിവ്യ സ്നേഹമോ ഞാനെന്നും സ്തുതിക്കോ എൻ പരനെ തിരുമനസുധനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കോ എൻ പരനെ തിരുമനസുധനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കോ എൻ പരനെ തിരുമനസുധനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി
ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ ആയിരം നാവുകളാലോ 10,000 വാക്കുകളാലോ ആയിരം നാവുകളാലോ 10,000 വാക്കുകളാലോ സ്നേഹമവന്യമനാലോ ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി 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 ഞാനെന്നും സ്തുതിക്കും എൻ പരനേ ഹല്ലേലൂയ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ ഹല്ലേലൂയ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനേ തിരുമനസുതനേ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞങ്ങൾക്ക് തന്നിരിക്കുന്നൊരു നാമമേ ഉള്ളൂ. ആ നാമത്തെ ഞങ്ങൾക്ക് പകൽ ഉയർത്തുകയാണ്. ഓ നൽകിയ രക്ഷാദാനത്തിനായി ഞങ്ങളെ കുഴഞ്ഞേറ്റിൽ നിന്നും വീണ്ടെടുത്തതിനായി ഞങ്ങളെ കരുതിയതിനായി ഞങ്ങളെ നിലനിർത്തിയതിനായി ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ചതിനായി ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചതിനായി ഞങ്ങളെ രക്ഷിച്ചതിനായി ഞങ്ങളെ വീണ്ടെടുത്തതിനായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് നന്ദി പറയാമോ? ഓ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനായി ദൈവകൃപയ്ക്കായി 1000 നാവുകളാൽ അങ്ങേ പുകഴ്ത്തുവാൻ കഴിയാതെ കർത്താവേ ഞങ്ങൾക്ക് അവിടുന്ന് വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായി അവിടുന്ന് ഞങ്ങളുടെ വേണ്ടി ചെയ്ത
ചെയ്ത പ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ മഹാസാന്നിധ്യത്തിനായി, ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ, നന്ദിയോടെ, ഹൃദയത്തിന്റെ ആഴത്തിൽ ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. ആയിരം ആയിരം നാവുകളാൽ വർണ്ണിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി എത്ര സ്തുതിച്ചാലും മതി വരാത്ത ആ പൊന്നുനാമത്തിനായി ഇന്ന് പകൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമോന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരാഴ്ചയിൽ കർത്താവ് നമ്മെ നടത്തിയത് മാത്രം ഓർത്താൽ മതിയല്ല. ആ ദൈവത്തിന്റെ വലിയ കൃപയെ എത്ര പേർക്ക് ഓർത്ത് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ കഴിയും. എത്രയോ അപകടങ്ങൾ, പെടുമരണങ്ങൾ, എത്രയോ പേര് നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ, എത്രയോ പേര് വല്ലാത്ത ദുരിതത്തിലേക്ക് പോയപ്പോൾ, പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിച്ചു, ദൈവം നമ്മെ സൂക്ഷിച്ചു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് പകലിൽ കർത്താവ് നമ്മെ സൂക്ഷിച്ചതിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ എത്ര പേർക്ക് ആഴമായിട്ടൊന്ന് രുചിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ എത്ര പേർക്കൊന്ന് ഓർക്കുവാൻ കഴിയുന്നുണ്ട്? നാളെ വരാൻ പോകുന്നതിനെ കുറിച്ചല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാൻ നാം ഇവിടെ വന്നിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയുവാനിടയാകണം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നോ. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ,
നീ മാത്രമൻ ദൈവമെന്നു ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നോ നടത്തിയ വഴികളെ ഓടിടുമ്പോൾ കരുതിയ കരുതൽ ലീനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ ലീനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവുപോരായേ എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കുവാനായിരം നാവുപോരായേ എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കോ ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നു അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നു ആരാധന 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 ഓ ആരാധന 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 ഓ ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ ആരും ജീവനേ സ്വന്തമേ അങ്ങേ ആരാധന 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 യേശുവേ ആരാധന 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 സ്വീകരിപ്പാനും ആരാധന കൊടുക്കുവാനും ഇന്ന് പകലിൽ ഈ ലോകത്ത്
ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. എല്ലാ മുഴങ്കാലും ദൈവസന്നിധിയിൽ മടങ്ങും, എല്ലാ നാവും വിളിച്ചു പറയും, യേശു മാത്രം കർത്താവ്. ദൈവത്തിന്റെ വചനമാ പറയുന്നത്, എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും വിളിച്ചു പറയും, യേശു മാത്രം കർത്താവ്. എന്നാൽ അതിനു മുൻപേ എനിക്കും നിങ്ങൾക്കും ആ നാമത്തെ നമ്മുടെ നാവിന്മേൽ ഉച്ചരിപ്പാൻ കർത്താവ് അവകാശം തന്നതിന്, സാവകാശം തന്നതിന് എത്ര പേർക്ക് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? എല്ലാ നാവും പാടി വാഴ്ത്തൂ ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നോ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നോ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. കാരണം യോഗ്യൻ നീ യേശുവേ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യനായവൻ ഒരുവൻ മാത്രമാ. അതുകൊണ്ടാ പറഞ്ഞത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. പട്ടുപോകാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ട്, എങ്ങനെ കരകയറുമെന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ട്, എങ്ങനെയാകും കാര്യങ്ങളെന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവ് സൂക്ഷിച്ചതിന്, വഴി നടത്തിയതിന്, നിലനിർത്തിയതിന്, ഇന്ന് പകൽ അതെല്ലാം തരണം ചെയ്ത് ദൈവസന്നിധിയിൽ വന്ന് നിൽപ്പാൻ കർത്താവ് കൃപ തന്നതിന് എത്ര പേർക്ക് കരങ്ങളെ തട്ടി ശക്തിയോടെ ദൈവത്തിന് ഒരു ആരാധന കൊടുക്കുവാൻ കഴിയും? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതിന് കാരണം ജീവിച്ചിരിക്കേണ്ടതിന്. അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുമ്പോൾ നാം ജീവനോടിരിക്കുന്നതിന്റെ കാരണം ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ആ മരണം എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകി. ആ ജീവനാ, ആ ഉയർത്തെഴുന്നേറ്റ ജീവനാ എന്നെ നിങ്ങളെയും ഓരോ ദിവസം ഉയർപ്പിച്ചു ജീവിക്കുന്നത്. അതുകൊണ്ട് ചേർന്ന് പാടാമോ? ഉയിരോട് எழுந்தவரே உம்மை ஆராதனை செய்கிறோம். ஜீவன் அதிபதியே
உம்மை ஆராதனை செய்கிறோம். உயிரோடு எழுந்தவரே உம்மை ஆராதனை செய்கிறோம். ஜீவன் ஆதிபதியே உம்மை ആരാധனை செய்கிறோம். ഇന്ന് പകലിൽ ജീവനോടെ ഉയർത്തുന്ന ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. അതാ നമ്മുടെ ഉറപ്പ്. ആ ഉറപ്പിൽ എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? എത്ര പേർക്ക് ഹൃദയത്തിന്റെ ആഴത്തിൽ ആ ഒരു ചിന്ത കൊണ്ടുവരാൻ കഴിയും? ഞാൻ ഇന്ന് പകൽ ജീവനോടെ നിൽക്കുന്നത് കർത്താവ് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർന്നത് കൊണ്ടാ. അവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. എന്റെ കർത്താവ് ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നുവെന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ പറയുവാൻ കഴിയും? ഉയിരോട് எழுந்தவரே உம்மை ஆராதனை செய்கிறோம். ஜீவனின் ஆதிபதியே உம்மை ஆராதனை செய்கிறோம். മരണത്തെ ജയിച്ചവരേ உம்மை ஆராதனை செய்கிறோம். ജീവനിൻ ആദിപതിയേ അങ്ങേ ആരാധனை செய்கிறோம். ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വലിയ സ്നേഹം, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ വിട്ടവൻ, ചേർന്ന് പാടാൻ കഴിയണം. ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. Yes, Lord. Thank you, Jesus. ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. ദൈവത്തെ പാടുവാനും ആരാധിപ്പാനും സന്തോഷിപ്പാനും ഒക്കെ ഇന്ന് പകൽ നാം കൂടി ചേർന്ന് വന്നിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ സന്തോഷിക്കുക തന്നെ വേണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാ. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ചേർന്ന് പാടാൻ കഴിയുമോ? സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയം യവനുണ്ട്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവനിലും അതിതന്യേ. സേനയിലധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവനിലും അതിതന്യേ.
ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ ആയവനേവരിലും അതിനെ അരികിൽ തന്നെ ഒരു വീടും നീവൽ പർവ്വത കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടം കണ്ടെത്തിയല്ലോ. പുരിയിൽ തനിക്കൊരു വീടും നീവൽ പർവ്വത കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടം കണ്ടെത്തിയല്ലോ. ആശ്രയമേവനുണ്ടോ ആയവനേവനിൽ ആദിരനേ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും ആദിരനേ. ബലം നിന്നിലുള്ളോ വാക്യം നിറഞ്ഞോ നിശ്ചയമാണെന്നോ താഴ്ച ഭവിക്കുക ഇല്ലെന്നോ. ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നോ താഴ്ച ഭവിക്കുകയില്ലെന്നോ. ഈ വിധമുള്ളോ മനസ്സുകളിൽ ഈ വിധമുള്ളോ മനസ്സുകളിൽ നിർണയമുണ്ട് നിരന്തരമായി. സിയോൻ നഗരി പെരുവഴികൾ സിയോൻ നഗരി പെരുവഴികൾ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിരനേ. ആമേൻ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിരനേ. കണ്ണു നീ താഴ്വരയതു വഴിയായവ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി. കണ്ണു നീ താഴ്വരയതു വഴിയായവർ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി. മുൻമഴയനുഗ്രഹപൂർണമതായി മുൻമഴയനുഗ്രഹപൂർണമതായി പ്രാപിക്കും ബലമവർ ബലത്തിന്മേൽ. ജന്നത്തുമേവർ സിയോനിൽ ജന്നത്തുമേവരും സിയോനിൽ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിരനേ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിരനേ. യാഹിൻ വാസമൻ അഭികാമ്യ യാഹിൻ വാസമൻ അഭികാമ്യ. വാഞ്ചിച്ചു മോഹിക്കും തെന്നുള്ള ഘോഷിക്കും ഹൃദയം ജഡവോ ഘോഷിക്കും ഹൃദയം ജഡവോ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിരനേ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിരനേ. സേനയിലധിപൻ
ആരാധന അങ്ങേക്ക്. ആരാധനയുടെ നടുവിൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, ചങ്ങലകൾ അഴിയും. ആരാധനയുടെ നടുവിൽ വിടുതൽ വ്യാപരിക്കും. ചേർന്ന കരങ്ങളെ തട്ടിപ്പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധന ദൈവത്തിന്. ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്. ഹല്ലേലൂയ. ആരാധന ഉമക്ക്. എന്ന ബലഹീന നേരങ്ങളിൽ തിരുവൈ തമ്പീരയ്യാ. എന്ന ബലഹീന നേരങ്ങളിൽ തിരുവൈ തമ്പീരയ്യാ. യേശുരാജായ ബലനാകെ എതിർക്കും ഭയമില്ലയേ. യേശുരാജായ ബലനാകെ എതിർക്കും ഭയമില്ലയേ. ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക് മാത്രം. ഞങ്ങളുടെ ബലഹീന നിമിഷങ്ങളിൽ അവിടുന്ന് ബലമായി കൂടിയിരുന്ന ദൈവമേ. ആരാധന ഉമക്ക്. എന്റെ കൺമലയാണവരേ, എന്നെ കാക്കും ദൈവം നീരേ. എന്റെ കൺമലയാണവരേ, എന്നെ കാക്കും ദൈവം നീരേ. വല്ലഭമായി ശിവൻ നിരന്തവരേ, മഹിമയ്ക്ക് പാതിരരേ. വല്ലഭമായി ശിവൻ നിരന്തവരേ, മഹിമയ്ക്ക് പാതിരരേ. ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന അങ്ങേക്ക്. ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന. ഹല്ലേലൂയ. ആരാധന ഉമക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ആരാധന. ഹല്ലേലൂയ. യെസ്. ആരാധന ഉമക്ക്. ഹല്ലേലൂയ. ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്. ഓ ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്. സ്വർഗ്ഗത്തിലെ ദൈവം ഇത് പകലിറങ്ങി വരിക. ആർത്തുപാടി ദൈവത്തിന് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ദുഃഖങ്ങളും ഉടയട്ടെ. ഓ എല്ലാ ബന്ധനങ്ങളും മറിച്ചു മാറട്ടെ. എന്നെ കാക്കും ദൈവം നീരേ, എന്റെ കൺമലയാണവരേ, എന്നെ കാക്കും ദൈവം നീരേ. വല്ലഭമായി ശിവൻ നിരന്തവരേ, മഹിമയ്ക്ക് പാതിരരേ. വല്ലഭമായി ശിവൻ നിരന്തവരേ, മഹിമയ്ക്ക് പാതിരരേ. ആരാധന ഉമക്ക്, ആരാധന ഉമക്ക്,
കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതരാ വിഷപ്പല്ലു തകർത്തതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതരാ വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി വെല്ലുമയാമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. വാസമനേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. നിത്യവാസമനേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്നതുകളെണ്ണി ഞാൻ പാർത്തിടുമേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ്. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ്. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോടരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. ഇഹലോകമോടരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എന്റെ യേശുവിന്റെ
ചലിച്ചിടും അവനുടെ ചുവടുകളെ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈനീരോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറന്നിടും ഞാൻ. ഒരു കൈനീരോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറന്നിടും ഞാൻ. മനോവേദന ബലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ബലശോധന മമ ജീവിത പാതയതിൽ. മറവേറിടുമ്പോ ആത്മനാഥനവൻ മറിച്ചാരി ഞാൻ ആശ്വസിക്കൂ. മറവേറിടുമ്പോൾ ആത്മനാഥനവൻ മറിച്ചാരി ഞാൻ ആശ്വസിക്കൂ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ. നന്ദി 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 അപ്പാ. നന്ദി അപ്പാ. നന്ദിയോട് 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 ദൈവസന്നിധി ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നപ്പാ. ഈ പകലിൽ ഞങ്ങളോട് ഇടപെട്ടതിനാൽ, ഞങ്ങളുടെ ആരാധന സ്വീകരിച്ചതിനായി, ഞങ്ങളെ അവിടുത്തെ കരുതിയതിനായി, ഞങ്ങളെ നിലനിർത്തിയതിനായി, ആരാധനയുടെ നടുവിൽ വിടുതൽ അയച്ചതിനായി, ആരാധനയുടെ നടുവിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടതിനായി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയച്ചതിനായി, എല്ലാ അഴുക്കുകളും എല്ലാ അശുദ്ധിയും ഇന്ന് പകൽ ചമ്പലാക്കിയതിനായി, ദൈവത്തിന്റെ വലിയ പദ്ധതി ഇന്ന് പകൽ സഭയുടെ മേൽ അവിടുത്തെ അയച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. ജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി, കരാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികൾ, ദൈവജനത്തെ മുൻപോട്ട് വിട്ടില്ലെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ വാദഗതികളുമേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ വഴികളെ തുറക്കുന്നതിനായി നന്ദി. രോഗികൾ സൗഖ്യമായതിനായി നന്ദി. വിടുതൽ അനുഭവിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് പകലിൽ അല്പസമയം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും ഒക്കെ നമ്മെ ദൈവം നമ്മളെ കർത്താവ് സഹായിച്ചല്ലോ. മാറ്റമില്ലാത്ത സ്നേഹത്തിൽ, നിർമ്മല മനസ്സാക്ഷിയിൽ, ഹൃദയശുദ്ധതയോടുകൂടെ, ഹൃദയശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകലിലും കർത്താവ് നമ്മളെ സഹായിച്ചു. അനുഗ്രഹീതമായ അനുഭവങ്ങളുടെ പാട്ടുകൾ പാടുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ല. ഞങ്ങളുടെ ആരാധന അവിടുന്ന് സ്വീകരിച്ചതിനായി സ്തോത്രം. ബലമുള്ള അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.